ജൂബിലി എന്ന പേരിൽ ഒരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു നടൻ രാജൻ പി ദേവിന്. ഈ നാടക ട്രൂപ്പിലൂടെയാണ് തിരക്കഥാകൃത്തായ ബെന്നി പി നായരമ്പലം സിനിമയിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ നാടക രചനയും ജൂബിലിക്ക് വേണ്ടിയായിരുന്നു. നാടകത്തിന്റെ പേര് അറബിക്കടലും അത്ഭുത വിളക്കും. ആ നാടകമാണ് പിന്നീട് ലാൽ ജോസ് സംവിധാനം ചെയ്ത ചാന്തുപൊട്ട് എന്ന സിനിമയായത്. അറബിക്കടലും അത്ഭുത വിളക്കും എന്ന നാടകത്തിന്റെ കഥയെക്കുറിച്ച് ലാൽ ജോസിനോട് പറഞ്ഞതാകട്ടെ നാദിർ ഷൈൻ. അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറാണ് ലാൽ ജോസ്. കഥ കേട്ട് ഇഷ്ടപ്പെട്ട അദ്ദേഹം നാടകകൃത്തായ ബെന്നിയെ സമീപിച്ചു. സ്വന്തമായി സംവിധാനം ചെയ്യുമ്പോൾ ഈ നാടകം സിനിമയാക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദിലീപായിരിക്കും നായകൻ. കഥ മറ്റാർക്കും കൊടുക്കരുത്, ലാൽ ജോസ് ബെന്നിയോട് പറഞ്ഞു. ഈ കഥ സിനിമയാക്കുന്നതിനായി പലരും സമീപിച്ചെങ്കിലും അവരിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി ബെന്നി. മറ്റാർക്കും കൊടുക്കാതെ ഈ കഥയുമായി ലാൽ ജോസിന് വേണ്ടി ബെന്നി പി നായരമ്പലം കാത്തിരുന്നത് 8 വർഷമാണ്. ചാന്തുപൊട്ട് എന്ന അതിമനോഹരമായൊരു ദൃശ്യകാവ്യത്തിന്റെ പിറവിയാണ് പിന്നീട് നാം കണ്ടത്. രാധാകൃഷ്ണനായി നിറഞ്ഞാടി ദിലീപ്. ദിലീപിനെ സംബന്ധിച്ച് ഒട്ടേറെ വെല്ലുവിളി ഉയർത്തിയ കഥാപാത്രമായിരുന്നു രാധാകൃഷ്ണൻ. ദിലീപിനെ കൂടാതെ ഇന്ദ്രജിത്ത്, ലാൽ, ബിജു മേനോൻ, രാജൻ പി ദേവ്, മാള അരവിന്ദൻ, ഗോപിക, സുകുമാരി, ഭാവന, വത്സല മേനോൻ, ശോഭ മോഹൻ തുടങ്ങി വലിയൊരു താരനിരയാണ് ചാന്തുപൊട്ടിനു വേണ്ടി അണിനിരന്നത്. അറബിക്കടലും അത്ഭുത വിളക്കും വളരെ ഗംഭീരമായൊരു നാടകമായിരുന്നു. സിനിമയിൽ ദിലീപ് ചെയ്ത രാധാകൃഷ്ണന്റെ വേഷം നാടകത്തിൽ അവതരിപ്പിച്ചത് നാടകം രചിച്ച ബെന്നി പി നായരമ്പലം തന്നെ.